Calls in arrears. ഷെയർഹോൾഡേഴ്സ് ചിലപ്പോൾ അലോട്ട്മെന്റ് മണി അല്ലെങ്കിൽ കോൾ മണി ഡ്യൂ ഡേറ്റിനുള്ളിൽ പേ ചെയ്യാതെ പോകും. ഇങ്ങനെ ഷെയർ ഹോൾഡേഴ്സ് പേ ചെയ്യാതെ ബാക്കിയായി പോകുന്ന ആ എമൗണ്ടിനെയാണ് എന്ത് പറയുന്നത്, കോൾസ് ഇൻ അരിയേഴ്സ് അല്ലെങ്കിൽ അൺപെയ്ഡ് കോൾസ് എന്ന് പറയുന്നത്. ഈ എമൗണ്ട് കോൾസ് ഇൻ അരിയേഴ്സ് അക്കൗണ്ടിൽ ഡെബിറ്റ് ബാലൻസ് ആയിട്ട് കാണിക്കും. ബാലൻസ് ഷീറ്റിൽ ഇത് നോട്ട്സ് ടു അക്കൗണ്ടിൽ ഷെയർ ക്യാപിറ്റലിന്റെ താഴെയായിട്ടും നമ്മൾ കാണിക്കും. ഇനി കോൾസ് ഇൻ അരിയേഴ്സിന്റെ ജേർണൽ എൻട്രീസ് എങ്ങനെയാണ് വരുന്നത് എന്നുള്ളതാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. കോൾസ് ഇൻ അരിയേഴ്സ് ബുക്സ് ഓഫ് അക്കൗണ്ട്സിലേക്ക് കൊണ്ടുവരുമ്പോൾ അതിന്റെ ജേർണൽ എൻട്രി എങ്ങനെയാ വരിക? ഫസ്റ്റ് കോളിലും അതേപോലെ സെക്കൻഡ് ആൻഡ് ഫൈനൽ കോളിലും എല്ലാം കോൾസ് ഇൻ അരിയേഴ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ എല്ലാം കൂടി ഒരുമിച്ചാണ് കൊണ്ടുവരുന്നത് ഇവിടെ. അപ്പൊ കോൾസ് ഇൻ അരിയേഴ്സ് അക്കൗണ്ട് ഡെറ്റർ ടു ഷെയർ ഫസ്റ്റ് കോൾ അക്കൗണ്ട് ടു ഷെയർ സെക്കൻഡ് ആൻഡ് ഫൈനൽ കോൾ അക്കൗണ്ട്. ഇൻ കേസ് ഒരു കോളിൽ മാത്രമേ അരിയർ ഉള്ളൂ എന്നുണ്ടെങ്കിൽ ഷെയർ ഇൻ അരിയേഴ്സ് അക്കൗണ്ട് ഡെറ്റർ ടു ഷെയർ ഫസ്റ്റ് കോൾ ആണെങ്കിൽ ഫസ്റ്റ് കോൾ, അല്ല ടു ഷെയർ സെക്കൻഡ് ആൻഡ് ഫൈനൽ കോളിലാണ് അരിയർ ഉണ്ടായിരിക്കണമെന്നുണ്ടെങ്കിൽ ആ അക്കൗണ്ടിനെ മാത്രം നമ്മൾ ക്രെഡിറ്റ് ചെയ്യും. ഇനി on calls in arrears. As per table F of the Companies Act 2013, maximum 10% per annum interest can be charged. If mentioned in the Articles of Association, interest must be charged. കമ്പനീസ് ആക്ട് പ്രകാരം കോൾസ് ഇൻ അരിയേഴ്സ് ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ അതിന്റെ മേലെ 10% ഇൻട്രസ്റ്റ് വേണമെങ്കിൽ ചാർജ് ചെയ്യാനായിട്ട് പറ്റും. ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷനിൽ ഇതിനെക്കുറിച്ച് ഇൻട്രസ്റ്റ് ഓൺ ചാർജിനെ കുറിച്ച് മെൻഷൻ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അരിയേഴ്സ് വരുമ്പോൾ ആ കോൾസിന്റെ മേലെ നമുക്ക് എന്ത് ചാർജ് ചെയ്യാനായിട്ട് പറ്റും? ഇൻട്രസ്റ്റ് ചാർജ് ചെയ്യാനായിട്ട് പറ്റും. അങ്ങനെ ഇൻട്രസ്റ്റ് ചാർജ് ചെയ്യുമ്പോൾ എങ്ങനെയാണ് എൻട്രി വരിക, ജേർണൽ എൻട്രി വരിക? ഇൻട്രസ്റ്റ് ചാർജ് ചെയ്ത് ആ ഇൻട്രസ്റ്റും കൂടി ചേർത്തിട്ട് വേണം നമുക്ക് എന്ത് കിട്ടാനായിട്ട്? കോൾസ് ഇൻ അരിയേഴ്സ് കിട്ടണം അല്ലേ? അപ്പൊ കോൾസ് ഇൻ അരിയേഴ്സ് ഇൻട്രസ്റ്റോടെ കിട്ടുമ്പോൾ എങ്ങനെയാണ് ജേർണൽ എൻട്രി വരിക? ബാങ്ക് അക്കൗണ്ട് ഡെറ്റർ ടു കോൾസ് ഇൻ അരിയേഴ്സ് അക്കൗണ്ട് ടു ഇൻട്രസ്റ്റ് ഓൺ കോൾസ് ഇൻ അരിയേഴ്സ് അക്കൗണ്ട്. നെക്സ്റ്റ്, കോൾസ് ഇൻ അഡ്വാൻസ്. ചിലപ്പോൾ ഷെയർ ഹോൾഡേഴ്സ് ഫ്യൂച്ചർ കോൾസ് ഡ്യൂ ഡേറ്റിന് മുന്നേ തന്നെ പാർട്ട് അല്ലെങ്കിൽ ഫുൾ എമൗണ്ട് ആയിട്ട് പേ ചെയ്യും. അങ്ങനെ ഡ്യൂ ഡേറ്റിന് മുന്നേ കിട്ടുന്ന എമൗണ്ടിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? കോൾസ് ഇൻ അഡ്വാൻസ് എന്ന് പറയുന്നത്. ഇത് കമ്പനിയുടെ ലയബിലിറ്റി ആണ്. അപ്പൊ ഇത് ഷെയർ ക്യാപിറ്റൽ നമ്മൾ എന്ത് ചെയ്യില്ല, ഇൻക്ലൂഡ് ചെയ്യില്ല. പകരം ഇത് എവിടെയാണ് കാണിക്കുക? ബാലൻസ് ഷീറ്റിൽ ഇത് കാണിക്കുന്നത് ഇക്വിറ്റീസ് ആൻഡ് ലയബിലിറ്റീസിൽ, കറന്റ് ലയബിലിറ്റീസിൽ, അതർ കറന്റ് ലയബിലിറ്റീസിന്റെ അണ്ടറിലായിരിക്കും കോൾസ് ഇൻ അഡ്വാൻസ് പറഞ്ഞിട്ട് നമ്മൾ കാണിക്കുന്നുണ്ടാവുക. ഇനി കോൾസ് ഇൻ അഡ്വാൻസസിന്റെ ജേർണൽ എൻട്രീസ് എങ്ങനെയാണെന്നുള്ളതാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. ആദ്യം എൻട്രി ഫോർ റെസിപ്റ്റ് ഓഫ് അഡ്വാൻസ്. ആദ്യം കോൾസ് ഇൻ അഡ്വാൻസ് നമുക്ക് അമൗണ്ട് കിട്ടുന്ന സമയത്ത് എങ്ങനെയാണ് നമ്മൾ എൻട്രി ചെയ്യുക? ബാങ്ക് അക്കൗണ്ട് ഡെറ്റർ ടു കോൾസ് ഇൻ അഡ്വാൻസ്, കോൾസ് ഇൻ അഡ്വാൻസ് റിസീവ്ഡ് പറഞ്ഞിട്ട് ജേർണൽ എൻട്രി കൊടുത്തിട്ടായിരിക്കും നമ്മൾ എൻട്രി പോസ്റ്റ് ചെയ്യുക. ഇനി ഡ്യൂ ആവുന്ന സമയത്ത് ഈ കോൾസ് ഇൻ അഡ്വാൻസിനെ നമ്മൾ എങ്ങനെ കോൾസിലേക്ക് അഡ്ജസ്റ്റ് ചെയ്യും? കോൾസ് ഇൻ അഡ്വാൻസ് അക്കൗണ്ട് ഡെറ്റർ ടു ഏത് കോൾ ആണ്? ഫസ്റ്റ് കോൾ ആണെങ്കിൽ ഫസ്റ്റ് കോൾ, സെക്കൻഡ് കോൾ ആണെങ്കിൽ സെക്കൻഡ് കോൾ, അല്ല ഫൈനൽ കോൾ ആണെങ്കിൽ ഫൈനൽ കോൾ, ആ കോളിലേക്ക് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യും. അപ്പോൾ കോൾസ് ഇൻ അഡ്വാൻസ് അക്കൗണ്ട് ഡെറ്റർ ടു ദാറ്റ് പർട്ടിക്കുലർ കോൾ അക്കൗണ്ട്, കോൾസ് ഇൻ അഡ്വാൻസ് അഡ്ജസ്റ്റഡ് വിത്ത് കോൾസ്. ഓക്കെ. ഇനി നമ്മൾ കോൾസ് ഇൻ അരിയേഴ്സിന് ഇൻട്രസ്റ്റ് ചാർജ് ചെയ്യുന്ന പോലെ കോൾസ് ഇൻ അഡ്വാൻസസിന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇൻട്രസ്റ്റ് കൊടുക്കാനായിട്ട് സാധിക്കും. എങ്ങനെ? As per table F, maximum 12% per annum interest is payable. Interest is payable from the date of receipt till the due date of calls. നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം? കോൾസ് ഇൻ അഡ്വാൻസസിന് ഇൻട്രസ്റ്റ് കൊടുക്കാനായിട്ട് സാധിക്കും. കമ്പനീസ് ആക്ട് പ്രകാരം എത്ര പെർസെൻറ്റേജ് കൊടുക്കാൻ പറ്റും? 12% പെർ ആനം കൊടുക്കാൻ പറ്റും. എത്ര ദിവസത്തേക്കാണ് ആ 12% കൊടുക്കുന്നത്? എപ്പോഴാണോ നമുക്ക് ആ അഡ്വാൻസ് എമൗണ്ട് കിട്ടിയത് ടിൽ എന്നാണോ ആ കോള് ഡ്യൂ ആവുന്നത് ആ ഡേറ്റ് വരെയുള്ള ആ നമ്പർ ഓഫ് പീരീഡ്സിന് നമുക്ക് ഇൻട്രസ്റ്റ് ഓൺ കോൾസ് ഇൻ അഡ്വാൻസ് കൊടുക്കാനായിട്ട് സാധിക്കും. ഇനി ഇതിന്റെ ജേർണൽ എൻട്രീസ് എങ്ങനെയാ വരിക? നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ഇൻട്രസ്റ്റ് പേ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിന്റെ എൻട്രി എങ്ങനെയാ വരിക? ഇൻട്രസ്റ്റ് ഓൺ കോൾസ് ഇൻ അഡ്വാൻസ് അക്കൗണ്ട് ഡെറ്റർ ടു ബാങ്ക്, ഇൻട്രസ്റ്റ് പെയ്ഡ് ഓൺ കോൾസ് ഇൻ അഡ്വാൻസ് എന്നുള്ളത് കൊടുത്തു. ഇനിയിപ്പോ നമ്മൾ ഡ്യൂ എൻട്രി പോസ്റ്റ് ചെയ്തിട്ട് പിന്നെയാണ് അഡ്ജസ്റ്റ്മെന്റ് എൻട്രി കൊടുക്കണമെന്നുണ്ടെന്നുണ്ടെങ്കിലോ സെക്കൻഡ് സിനാരിയോയില് ഫസ്റ്റ് ഡ്യൂ എൻട്രി ഈസ് പാസ്ഡ് ദെൻ പെയ്ഡ് എന്നുള്ള രീതിക്കാണെന്നുണ്ടെങ്കിലോ അപ്പോൾ ഓൺ ഇൻട്രസ്റ്റ് ബിക്കമിങ് ഡ്യൂ, ഇൻട്രസ്റ്റ് ഡ്യൂ ആവുന്ന സമയത്ത് നമ്മൾ എങ്ങനെ എൻട്രി കൊടുക്കും? ഇൻട്രസ്റ്റ് ഓൺ കോൾസ് ഇൻ അഡ്വാൻസ് അക്കൗണ്ട് ഡെറ്റർ ടു സൺട്രി ഷെയർ ഹോൾഡേഴ്സ് അക്കൗണ്ട്. പിന്നെ ഇൻട്രസ്റ്റ് പേ ചെയ്യുന്ന സമയത്തോ സൺട്രി ഷെയർ ഹോൾഡേഴ്സ് അക്കൗണ്ട് ഡെറ്റർ ടു ബാങ്ക് അക്കൗണ്ട്. നെക്സ്റ്റ്, ഓവർ സബ്സ്ക്രിപ്ഷൻ ഓഫ് ഷെയർസ്. എന്താണ് ഓവർ സബ്സ്ക്രിപ്ഷൻ ഓഫ് ഷെയർസ് എന്ന് പറഞ്ഞാൽ? കമ്പനി ഇഷ്യൂ ചെയ്യുന്ന ഷെയർസിനെക്കാട്ടിലും കൂടുതൽ ആപ്ലിക്കേഷൻസ് റിസീവ് ചെയ്താൽ അതിനെ നമ്മൾ എന്ത് പറയും? ഓവർ സബ്സ്ക്രിപ്ഷൻ എന്ന് പറയും.
ഇത് സാധാരണയായിട്ട് സ്ട്രോങ് റെപ്യൂട്ടഡ് കമ്പനീസിലാണ് ഇങ്ങനെ ഓവർ സബ്സ്ക്രിപ്ഷൻസ് ഒക്കെ സംഭവിക്കാറ്. ഇനി ഈ ഓവർ സബ്സ്ക്രിപ്ഷനെ നമ്മൾ എങ്ങനെയാണ് ഹാൻഡിൽ ചെയ്യാൻ പോകുന്നത്? 3 വിധത്തിൽ നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റും. ആദ്യത്തേത് ഫുൾ അക്സെപ്റ്റൻസ് ആൻഡ് ഫുൾ റിജക്ഷൻസ്. ഇതിൽ ചില അപ്ലിക്കേഷൻസിന് നമ്മൾ ഫുള്ളി അക്സെപ്റ്റ് ചെയ്യും, മറ്റുള്ളവയെ റിജക്ട് ചെയ്യും. അപ്ലിക്കേഷൻ മണി റിജക്ട് ചെയ്തവർക്ക് എന്ത് ചെയ്യും? നമ്മൾ റീഫണ്ട് ചെയ്യുകയും ചെയ്യും. നെക്സ്റ്റ് വേ എന്ന് പറയുന്നത് പ്രൊറാറ്റ അലോട്ട്മെന്റ്. എല്ലാ അപ്ലിക്കൻസിനും പ്രൊപ്പോർഷനേറ്റ് റേഷ്യോയിൽ ഷെയർസ് നൽകും. എക്സ്ട്രാ അപ്ലിക്കേഷൻ മണി അലോട്ട്മെന്റ് അല്ലെങ്കിൽ ഫ്യൂച്ചർ കോൾസിലേക്ക് നമ്മൾ എന്ത് ചെയ്യും? അഡ്ജസ്റ്റ് ചെയ്യും. അതിനും അധികം ഉണ്ടെങ്കിൽ എന്ത് ചെയ്യും? നമ്മൾ റീഫണ്ട് ചെയ്യുകയോ അല്ലെങ്കിൽ കോൾസ് ഇൻ അഡ്വാൻസ് ആയിട്ട് വെക്കുകയോ ചെയ്യും. ഓക്കെ. തേർഡ് മെത്തേഡ് എന്ന് പറയുന്നത് കോമ്പിനേഷൻ ഓഫ് അബവ് 1 and 2. അതായത് ചിലർക്ക് ഫുള്ളി റിജക്ട് ചെയ്യും, മറ്റുള്ളവർക്ക് പ്രൊറാറ്റ അലോട്ട്മെന്റ് ബേസിസിൽ ഷെയർസ് കൊടുക്കും. പ്രാക്ടിക്കലായിട്ട് സാധാരണയായിട്ട് ഉപയോഗിക്കാറുള്ളത് ഈ ഒരു മെത്തേഡാണ് ഓവർ സബ്സ്ക്രിപ്ഷൻ വരുമ്പോൾ യൂസ് ചെയ്യാറ്. നെക്സ്റ്റ്, അണ്ടർ സബ്സ്ക്രിപ്ഷൻ ഓഫ് ഷെയർസ്. കമ്പനി ഇഷ്യൂ ചെയ്യുന്ന ഷെയർസിനേക്കാൾ കുറച്ച് അപ്ലിക്കേഷൻസ് മാത്രമാണ് കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ അതിനെ എന്ത് പറയും? അതിനെ അണ്ടർ സബ്സ്ക്രിപ്ഷൻ എന്ന് പറയും. ഫോർ എക്സാമ്പിൾ, കമ്പനി 2 lakh ഷെയർസ് ഇഷ്യൂ ചെയ്തു, പബ്ലിക് അപ്ലൈ ചെയ്ത് 1,90,000 ഷെയർസിന് മാത്രമാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ അപ്പൊ അവിടെ എന്ത് സംഭവിച്ചു? അവിടെ അണ്ടർ സബ്സ്ക്രിപ്ഷൻ സംഭവിച്ചു. അപ്പോൾ അലോട്ട്മെന്റ് ഈ 1,90,000 ഷെയർസിന് മാത്രമായിട്ട് നൽകും. പക്ഷെ ഇതിലൊരു ഇമ്പോർട്ടന്റ് റൂൾ ഉണ്ട്. എന്താണ്? മിനിമം സബ്സ്ക്രിപ്ഷൻ എന്ന് പറയുന്നത്. ലോ പ്രകാരം ഒരു കമ്പനി ഇഷ്യൂ ചെയ്യുന്ന ഷെയർസിന്റെ 90% എങ്കിലും മിനിമം സബ്സ്ക്രിപ്ഷൻ കിട്ടിയിരിക്കണം. മിനിമം സബ്സ്ക്രിപ്ഷൻ കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ മുഴുവൻ അപ്ലിക്കേഷൻ മണിയും അപ്ലിക്കൻസിന് റീഫണ്ട് ആയിട്ട് നൽകണം. മിനിമം സബ്സ്ക്രിപ്ഷൻ കിട്ടിയാൽ മാത്രമേ പബ്ലിക് അപ്ലൈ ചെയ്ത ഷെയർസിന് അനുസരിച്ചിട്ട് അലോട്ട്മെന്റ് ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കുള്ളൂ. ഇനി നമുക്ക് ഇത്രയും നേരവും പഠിച്ചത് വെച്ചിട്ട് ഒരു ഇല്ലുസ്ട്രേഷൻസ് നമുക്ക് വർക്ക്ഔട്ട് ചെയ്ത് നോക്കാം. എന്താ പറയുന്നത്? മോണ എർത്ത് മൂവേഴ്സ് ലിമിറ്റഡ് decided to issue 12,000 shares of ₹100 each, payable at ₹30 on application, 40 on allotment, ₹20 on first call, and balance on the second and final call. Applications were received for 13,000 shares. Directors decided to reject the application of 1,000 shares and their application money being refunded in full. The allotment money was duly received on all the shares and all the sums due on calls are received except 100 shares. In the books of Mona Earth Movers Private Limited. അപ്പോൾ ഈ ക്വസ്റ്റ്യനിൽ എന്താ പറയുന്നത്? മോണ എർത്ത് മൂവേഴ്സ് പ്രൈവറ്റ് ലിമിറ്റഡ് വന്നിട്ട് 12,000 ഷെയർസ് ഒരു ഷെയറിന് 100 രൂപ വെച്ചിട്ട് ഇഷ്യൂ ചെയ്യുകയാണ്. അപ്പൊ അതില് എങ്ങനെയാണെന്ന് വെച്ചാൽ അപ്ലിക്കേഷൻ സമയത്ത് 30 rupees പേ ചെയ്യണം, അത് കഴിഞ്ഞ് 40 rupees അലോട്ട്മെന്റ് സമയത്ത് പേ ചെയ്യണം, then 20 rupees ഫസ്റ്റ് കോളിൽ പേ ചെയ്യണം, ബാലൻസ് ഉള്ളത് സെക്കൻഡ് ആൻഡ് ഫൈനൽ കോളിൽ വേണം സെറ്റിൽ ചെയ്യാനായിട്ട്. അപ്പൊ സെക്കൻഡ് ആൻഡ് ഫൈനൽ കോളിൽ എത്ര രൂപ പേ ചെയ്യണം? ഒരു ഷെയറിന്റെ വില പറയുന്നത് 100 rupees ആണ്. അതിൽ 30 അപ്ലിക്കേഷൻ സമയത്തും 40 അലോട്ട്മെന്റ് സമയത്തും ഫസ്റ്റ് കോൾ സമയത്ത് 20 rupees കൊടുത്തു. അപ്പൊ എത്രയായി? ബാക്കി 90 rupees ഓൾറെഡി പേ ചെയ്ത് കഴിഞ്ഞു. ബാക്കി എത്രയാ പേ ചെയ്യാനുള്ളത്? ബാക്കി 10 rupees ആണുള്ളത്. അത് സെക്കൻഡ് ആൻഡ് ഫൈനൽ കോളിൽ വേണം പേ ചെയ്യാനായിട്ട്. അപ്പോൾ 12,000 ഷെയർസ് ആണ് ഇഷ്യൂ ചെയ്തെന്നുണ്ടെന്നുണ്ടെങ്കിൽ എത്ര അപ്ലിക്കേഷൻസ് കിട്ടി? എത്ര ഷെയർസിനുള്ള അപ്ലിക്കേഷൻസ് കിട്ടി? 13,000 ഷെയർസിനുള്ള അപ്ലിക്കേഷൻസ് കിട്ടി. അപ്പൊ അവിടെ എന്താണ് സംഭവിക്കുന്നത്? അവിടെ ഓവർ സബ്സ്ക്രിപ്ഷൻ ആണ് വന്നിരിക്കുന്നത്, അല്ലെ? ഓവർ സബ്സ്ക്രിപ്ഷൻ ആണ് വന്നിരിക്കുന്നത്. അപ്പൊ ഡയറക്ടേഴ്സ് എന്താ ഡിസൈഡ് ചെയ്തത്? റിജക്ട് ചെയ്യാനായിട്ട്, എക്സസ് ആയിട്ട് വന്ന 1000 ഷെയർസ് റിജക്ട് ചെയ്തിട്ട് അവരുടെ മണി റീഫണ്ട് ചെയ്യാനായിട്ട് അവർ തീരുമാനിക്കുന്നു. അപ്പോൾ അതിനുശേഷം അലോട്ട്മെന്റും അതേപോലെ കോൾസും എല്ലാം വിളിക്കുന്നു, അമൗണ്ട് എല്ലാം കിട്ടുന്നുണ്ട്. പക്ഷെ ഈ അലോട്ട്മെന്റിന്റെ കോൾസ് വിളിക്കുന്ന സമയത്ത് ഈ പറഞ്ഞ പോലെ 100 ഷെയർസ് എടുത്ത ആൾക്കാർ മാത്രം എന്ത് ചെയ്തിട്ടില്ല? പേ ചെയ്തിട്ടില്ല. അപ്പൊ ഇതെല്ലാം കൺസിഡർ ചെയ്തുകൊണ്ട് ജേർണൽ എൻട്രീസ് പാസ് ചെയ്യാനാണ് പറയുന്നത്. അപ്പൊ ആ ക്വസ്റ്റിനെ ഒന്നുകൂടി അനലൈസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എത്രയാണ് ഷെയർസ് നമ്മൾ ഇഷ്യൂ ചെയ്തത്? 12,000 ഷെയർസ് ഓഫ് ₹100 ഈച്ച് ഇഷ്യൂ ചെയ്തു. അതിന്റെ പേയ്മെന്റ് രീതി എങ്ങനെയാണ് വരുന്നത്? 30 അപ്ലിക്കേഷൻ സമയത്ത്, 40 അലോട്ട്മെന്റ് സമയത്ത്, 20 ഫസ്റ്റ് കോള്, ബാലൻസ് ഉള്ള 10 rupees 10 ആൻഡ് ഫൈനൽ കോൾ സമയത്ത് വേണം ഇഷ്യൂ ചെയ്യാനായിട്ട്. ടോട്ടൽ നമുക്ക് എത്ര അപ്ലിക്കേഷൻസ് കിട്ടി? 13,000 ഷെയർസിനുള്ള അപ്ലിക്കേഷൻസ് കിട്ടി. അപ്പൊ ഡയറക്ടേഴ്സ് എന്താ തീരുമാനിച്ചത്? 1000 അപ്ലിക്കേഷൻസ് റിജക്ട് ചെയ്യാനായിട്ട് തീരുമാനിച്ചു. എന്നിട്ട് അതിന് കിട്ടിയിട്ടുള്ള അപ്ലിക്കേഷൻ മണിയും അവർ റീഫണ്ട് ചെയ്യാനായിട്ട് തീരുമാനിച്ചു. അലോട്ട്മെന്റ് മണി നമുക്ക് ഫുൾ ആയിട്ട് കിട്ടി. പക്ഷെ കോൾ എമൗണ്ട്സ് റിസീവ് ചെയ്തതിൽ
100 ഷെയർസിന്റെ ഒഴിച്ച് ബാക്കിയെല്ലാം ഫുൾ കോൾ അമൗണ്ട്സും കിട്ടി. അപ്പൊ ആ 100 ഷെയർസിന്റെ കോൾ എമൗണ്ട് കിട്ടാത്തതിനെ നമ്മൾ കോൾസ് ഇൻ അരിയേഴ്സ് ആയിട്ടാണ് ട്രീറ്റ് ചെയ്യാനായിട്ട് പോകുന്നത്. അതിനെ ഫോർഫിറ്റ് ചെയ്യുന്നില്ല. ഫോർഫിറ്റ് ചെയ്യാൻ മീൻസ് ക്യാൻസൽ ചെയ്യുന്നില്ല, പകരം അതിനെ നമ്മൾ എന്ത് ചെയ്യും, കോൾസ് ഇൻ അരിയേഴ്സ് എന്നുള്ള രീതിയിലാണ് ട്രീറ്റ് ചെയ്യാനായിട്ട് പോകുന്നത്. ഇനി ഇതിന്റെ ജേർണൽ എൻട്രീസ് എങ്ങനെ പാസ് ചെയ്യണം എന്നുള്ളത് ചെക്ക് ചെയ്യാം. ഇനി നമുക്ക് ഇതിന്റെ ജേർണൽ എൻട്രീസ് നോക്കാം. ആദ്യം ഷെയർ ആപ്ലിക്കേഷൻ മണി കിട്ടിയതിന്റെ ജേർണൽ എൻട്രി ആണ് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്, പാസ് ചെയ്യാനായിട്ട് പോകുന്നത്. നമുക്ക് 13,000 ഷെയർസിന്റെ ഷെയർ ആപ്ലിക്കേഷൻ മണി കിട്ടിയിട്ടുണ്ട്. 13,000-ന് 30 rupees വെച്ചിട്ട് ടോട്ടൽ നമുക്ക് എത്ര രൂപ കിട്ടിയിട്ടുണ്ട്, 3,90,000 കിട്ടിയിട്ടുണ്ട്. അപ്പൊ അതിന്റെ എൻട്രി എങ്ങനെയാ വരിക, ബാങ്ക് അക്കൗണ്ട് ഡെറ്റർ ടു ഷെയർ ആപ്ലിക്കേഷൻ അക്കൗണ്ട് 3,90,000 ഈച്ച്. അതിനുശേഷം നമ്മൾ എക്സസ് വന്ന 1000 ഷെയർസിന്റെ ആപ്ലിക്കേഷൻ മണി റീഫണ്ടും ചെയ്യണം. ബാക്കിയുള്ള 12,000 ഷെയർസിന്റെ അമൗണ്ടിനെ നമ്മൾ ഷെയർ ക്യാപിറ്റലിലേക്ക് ട്രാൻസ്ഫറും ചെയ്യണം. അപ്പൊ എങ്ങനെ എൻട്രി ചെയ്യാം, ഷെയർ ആപ്ലിക്കേഷൻ അക്കൗണ്ട് ഡെറ്റർ 3,90,000. അതിന്ന് ഷെയർ ക്യാപിറ്റലിലേക്ക് എത്ര എമൗണ്ട് മാത്രമേ ട്രാൻസ്ഫർ ചെയ്യുന്നു, 12,000 ഷെയർസിനുള്ള ആപ്ലിക്കേഷൻ എമൗണ്ട് മാത്രമേ നമ്മൾ ഷെയർ ക്യാപിറ്റലിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നുള്ളൂ. അപ്പൊ ടു ഷെയർ ക്യാപിറ്റൽ 3,60,000. ഈ 3,60,000 നമുക്ക് എങ്ങനെയാ കിട്ടിയത്, 12,000 ഷെയർസ് ആണ് നമ്മൾ അപ്ലൈ ചെയ്ത്, അത് ഇൻറ്റു ₹30. അങ്ങനെയാണ് നമുക്ക് എന്ത് കിട്ടിയത്, ഈ 3,60,000 കിട്ടിയത്. ഇനി ബാക്കിയുള്ള 1000 ഷെയർസിന്റെ 30 rupees വെച്ചിട്ട് 1000 ഷെയർസ് എക്സസ് വാങ്ങിച്ചില്ലേ, അത് നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്, റീഫണ്ട് ചെയ്യാൻ പോവാണ്. അപ്പൊ 1000 ഷെയർസിന് 30 rupees വെച്ചിട്ടുള്ള ആപ്ലിക്കേഷൻ മണി നമ്മൾ റീഫണ്ട് ചെയ്തു ടു ബാങ്ക് 30,000. ഓക്കെ, അപ്പൊ ട്രാൻസ്ഫർ ഓഫ് ആപ്ലിക്കേഷൻ മണി ഫോർ 12,000 ഷെയർസ് ആൻഡ് റീഫണ്ട് ഓഫ് 1000 ഷെയർസ്. ഇനി അലോട്ട്മെന്റ് ചെയ്യണം. അലോട്ട്മെന്റ് ചെയ്യുമ്പോൾ 12,000 ഷെയർസിന് 40 rupees വെച്ചിട്ടാണ് നമുക്ക് കിട്ടാൻ പോകുന്നത്. അപ്പൊ 12,000-ന് 40 rupees വെച്ചിട്ട് കിട്ടുമ്പോൾ എത്ര രൂപ കിട്ടും, 12,000 into 40 ചെയ്യുമ്പോൾ നമുക്ക് 4,80,000 കിട്ടും. ഇനി ഇതിന്റെ എൻട്രി നമ്മൾ എങ്ങനെയാ പാസ് ചെയ്യുക, ഷെയർ അലോട്ട്മെന്റ് അക്കൗണ്ട് ഡെറ്റർ ടു ഷെയർ ക്യാപിറ്റൽ 4,80,000. അലോട്ട്മെന്റിന്റെ ഫുൾ എമൗണ്ട് കിട്ടിയിട്ടുണ്ട്. കോൾസിന്റെ ആണ് നമുക്ക് 100 ഷെയർസിന്റെ കിട്ടാതിരുന്നിരിക്കുന്നത്. ഓക്കെ, അതിനുശേഷം ഇത് അലോട്ട്മെന്റ് ഡ്യൂ ആവണതിന്റെ എൻട്രി കിട്ടും. ഇനി എമൗണ്ട് കിട്ടുമ്പോൾ നമ്മൾ എങ്ങനെയാണ് ചെയ്യുക, ബാങ്കിൽ കിട്ടുകയാണ് അല്ലെ, ബാങ്ക് അക്കൗണ്ട് ഡെറ്റർ ടു ഷെയർ അലോട്ട്മെന്റ് 4,80,000. അലോട്ട്മെന്റ് മണി ഫുള്ളി റിസീവ്ഡ്. ഇനി ഫസ്റ്റ് കോള് ഡ്യൂ ആവുമ്പോ എങ്ങനെ എൻട്രി വരിക, ഫസ്റ്റ് കോളിൽ നമ്മൾ എത്ര രൂപ വെച്ചിട്ടാണ് ആക്കുന്നത്, 20 rupees വെച്ചിട്ട് 12,000 ഷെയർസിന്റെ കളക്ട് ചെയ്യണം. അപ്പൊ 20 rupees വെച്ചിട്ട് ഈ പറഞ്ഞ പോലെ 12,000 ഷെയർസിന്റെ കളക്ട് ചെയ്യുമ്പോൾ നമുക്ക് എത്ര രൂപ വരും, 2,40,000 വരും അല്ലെ. അപ്പൊ അതിന്റെ ഡ്യൂ എൻട്രി എങ്ങനെയാ വരിക, ഷെയർ ഫസ്റ്റ് കോൾ അക്കൗണ്ട് ഡെറ്റർ ടു ഷെയർ ക്യാപിറ്റൽ 2,40,000. ഫസ്റ്റ് കോൾ ഡ്യൂ ഓൺ 12,000 ഷെയർസ് അറ്റ് ദ റേറ്റ് ഓഫ് ₹20. ഇനി അത് എമൗണ്ട് കിട്ടുമ്പോൾ എങ്ങനെയാ എൻട്രി വരിക, ആ എമൗണ്ട് കിട്ടുന്ന സമയത്ത് നമുക്ക് 100 ഷെയർസ് ഹോൾഡ് ചെയ്യുന്ന ആൾക്കാരുടെ നിന്ന് കിട്ടിയിട്ടില്ല. അപ്പൊ 100 ഷെയർസ് ഹോൾഡ് ചെയ്യാന്ന് പറയുമ്പോൾ എത്ര രൂപ കിട്ടാണ്ട്, 100 ഷെയർസ് പറയുമ്പോൾ 100 into 20 rupees. അപ്പൊ എത്രയാ, 2,000 rupees മാത്രം കിട്ടിയില്ല, ബാക്കി മുഴുവൻ എമൗണ്ടും കിട്ടി. അപ്പൊ ഈ 2,40,000-ല് 2,000 rupees നമുക്ക് കിട്ടുന്നില്ല, ബാക്കി മുഴുവൻ മാത്രമേ കിട്ടുന്നുള്ളൂ. അപ്പൊ 2,40,000-ന് 2,000 കുറയ്ക്കുമ്പോൾ എത്ര കിട്ടും, 2,38,000. അപ്പൊ അതിന്റെ എൻട്രി എങ്ങനെ വരിക, ബാങ്ക് അക്കൗണ്ട് ഡെറ്റർ 2,38,000, കോൾസ് ഇൻ അരിയേഴ്സ് അക്കൗണ്ട് ഡെറ്റർ 2,000. ഈ 2,000 എങ്ങനെയാ കിട്ടിയത്, നമുക്ക് 100 ഷെയർസിന്റെ 20 rupees വെച്ചിട്ട് അങ്ങനെയാണ് നമുക്ക് ഈ 2,000 കിട്ടിയത്. ടു ഷെയർ ഫസ്റ്റ് കോൾ അക്കൗണ്ട് 2,40,000. ഓക്കെ, ഇനി നെക്സ്റ്റ് എന്താണ് ചെയ്യുന്നത്, ഇനി സെക്കൻഡ് കോളിന്റെ സമയം, സെക്കൻഡ് കോളിന്റെ ഡ്യൂ ആവുകയാണ്. സെക്കൻഡ് കോളിന്റെ ഡ്യൂ ആവുമ്പോൾ ഇതേപോലെ തന്നെയാണ്. സെക്കൻഡ് കോളിന് എത്ര രൂപ വെച്ചിട്ടാണ്, 10 rupees വെച്ചിട്ട് 12,000 ഷെയർസിന് കിട്ടണം. അപ്പോൾ ദ സെക്കൻഡ് ആൻഡ് ഫൈനൽ കോൾ അക്കൗണ്ട് ഡെറ്റർ 1,20,000. 1,20,000 എങ്ങനെയാണ് കിട്ടിയത്, 12,000 into 10 ടു ഷെയർ ക്യാപിറ്റൽ 1,20,000. അപ്പൊ ഡ്യൂ എൻട്രി നമ്മൾ പാസ് ചെയ്തു. ഇനി എമൗണ്ട് കിട്ടുമ്പോൾ നമുക്ക് ഫുൾ എമൗണ്ടും എന്താണ് കിട്ടിയിട്ടില്ല. ആ 100 ഷെയർസിന്റെ 10 രൂപ വെച്ചിട്ടുള്ളത് നമുക്ക് ഇപ്പോഴും അരിയർ ആണ്. അപ്പോൾ ആ 1,000 rupees ലെസ് ചെയ്തിട്ടുള്ള ബാക്കി എമൗണ്ട് മാത്രമേ കിട്ടുന്നുള്ളൂ. 1,20,000 കിട്ടേണ്ടവിടെ അരിയേഴ്സ് ആയിട്ടുള്ള 100 ഷെയർസിന്റെ 10 രൂപ വെച്ചിട്ട് 1000 രൂപ കുറച്ചിട്ട് ബാക്കി മാത്രമേ നമുക്ക് സെക്കൻഡ് ആൻഡ് ഫൈനൽ കോളിൽ കിട്ടുന്നുള്ളൂ. അപ്പൊ 1,20,000 മൈനസ് 1,000 പറയുമ്പോൾ 1,90,000 മാത്രമാണ് കിട്ടുന്നത്. ബാങ്ക് അക്കൗണ്ട് ഡെറ്റർ 1,19,000, കോൾസ് ഇൻ അരിയേഴ്സ് അക്കൗണ്ട് ഡെറ്റർ 1,000,
To second and final call 1,20,000. അപ്പോൾ second and final calls received except on 100 shares. Next, issue of shares at premium. കമ്പനി നോമിനൽ വാല്യൂ അല്ലെങ്കിൽ ഫേസ് വാല്യൂവിനെക്കാട്ടിലും കൂടുതലായിട്ട് ഷെയർ വാല്യൂ ഇഷ്യൂ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിനെ ഷെയർസ് ഇഷ്യൂഡ് അറ്റ് പ്രീമിയം എന്ന് പറയുന്നു. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ കമ്പനിയുടെ ഷെയർസിന്റെ ഫേസ് വാല്യൂ 100 rupees ആണ്, പക്ഷേ നമ്മൾ ഇഷ്യൂ ചെയ്യുന്നത് 105 rupeesനാണെന്നുണ്ടെങ്കിൽ ആ ഷെയർ പ്രീമിയത്തിലാണ് ഇഷ്യൂ ചെയ്തതെന്ന് പറയാം. അപ്പൊ പ്രീമിയം എമൗണ്ട് എത്രയാ വരിക? 5 rupees ആണ് പ്രീമിയം എമൗണ്ട് ആയിട്ട് വരിക. ഈ പ്രീമിയം എമൗണ്ട് സെക്യൂരിറ്റി പ്രീമിയം അക്കൗണ്ടിലാണ് നമ്മൾ ക്രെഡിറ്റ് ചെയ്യുക. ബാലൻസ് ഷീറ്റിൽ ഈ എമൗണ്ട് എവിടെ കാണിക്കും? ബാലൻസ് ഷീറ്റിൽ റിസർവ്സ് ആൻഡ് സർപ്ലസ് എന്ന ഹെഡിങ്ങിന്റെ താഴെ ആയിട്ടായിരിക്കും ഈ സെക്യൂരിറ്റി പ്രീമിയം അക്കൗണ്ട് എന്നുള്ളത് കാണിക്കുന്നുണ്ടാവുക. കമ്പനീസ് ആക്ട് പ്രകാരം ഈ സെക്യൂരിറ്റീസ് ഷെയർസ് പ്രീമിയത്തിൽ ഇഷ്യൂ ചെയ്തിട്ടുണ്ടാവുമല്ലോ, ആ കിട്ടുന്ന പ്രീമിയം എമൗണ്ട് എന്തിനൊക്കെ വേണ്ടി യൂസ് ചെയ്യാനായിട്ട് സാധിക്കും എന്നുള്ളതാണ് നമ്മൾ ഈ ഒരു പോർഷനിൽ നോക്കാനായിട്ട് പോകുന്നത്. ആദ്യത്തേത് അതെന്തിന്, ആ സെക്യൂരിറ്റി പ്രീമിയം എന്തിനൊക്കെയാണ് യൂസ് ചെയ്യണം എന്നുള്ളതാണ് നോക്കാൻ പോകുന്നത്. ഇഷ്യൂ ഫുള്ളി പെയ്ഡ് ബോണസ് ഷെയർസ്. ബോണസ് ഷെയർസ് ഇഷ്യൂ ചെയ്യാനായിട്ട് നമുക്ക് വേണമെങ്കിൽ യൂസ് ചെയ്യാം. അല്ലെങ്കിൽ നമുക്ക് ഉണ്ടാകുന്നത് പ്രിലിമിനറി എക്സ്പെൻസ് റിട്ടേൺ ഓഫ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യാം. അതല്ലാന്നുണ്ടെങ്കിൽ റിട്ടേൺ ഓഫ് എക്സ്പെൻസ് കമ്മീഷൻ ഓർ ഡിസ്കൗണ്ട് ഓൺ ഇഷ്യൂ ഓഫ് സെക്യൂരിറ്റീസ്. സെക്യൂരിറ്റീസ് ഇഷ്യൂ ചെയ്യുമ്പോൾ ഉണ്ടായ എക്സ്പെൻസോ കമ്മീഷനോ അല്ലെങ്കിൽ ഡിസ്കൗണ്ട് എന്തെങ്കിലും റൈറ്റ് ഓഫ് ചെയ്യാനായിട്ട് വേണമെങ്കിൽ യൂസ് ചെയ്യാം. അല്ലെങ്കിൽ പേ പ്രീമിയം ഓൺ റിഡംഷൻ ഓഫ് പ്രിഫറൻസ് ഷെയർസ് ഓർ ഡിബെഞ്ചേഴ്സ്. ഡിബെഞ്ചേഴ്സിനോ അല്ലെങ്കിൽ പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിന്റെയോ റിഡംഷൻ തിരിച്ചു കൊടുക്കാനായിട്ട് പ്രീമിയം റിഡക്ഷൻ തിരിച്ചു കൊടുക്കുന്ന സമയത്ത് ചിലപ്പോൾ പറയും നമ്മൾ അഡീഷണൽ എമൗണ്ട് തരാൻ പറയും. അപ്പൊ പ്രീമിയം ഓൺ റിഡംഷന്റെ എമൗണ്ട് സെറ്റിൽ ചെയ്യാനായിട്ട് വേണമെങ്കിൽ യൂസ് ചെയ്യാം. അല്ലെങ്കിൽ നമ്മുടെ തന്നെ ഷെയർസ് ബൈബാക്ക് ചെയ്യാനായിട്ട് വേണമെങ്കിലും ഈ എമൗണ്ട് നമുക്ക് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. ഇനി നമുക്ക് ഈ പ്രീമിയം വിത്ത് അപ്ലിക്കേഷൻ മണി, അതായത് അപ്ലിക്കേഷൻ മണി സമയത്തും അലോട്ട്മെന്റ് സമയത്തും അല്ലെങ്കിൽ കോൾസ് ഇൻ അരിയർ സമയത്തൊക്കെ ആയിരിക്കും ഈ പ്രീമിയം കളക്ട് ചെയ്യുന്നുണ്ടാവുക. അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആ സമയത്ത് എങ്ങനെയാണ് ജേർണൽ എൻട്രീസ് വരിക എന്നുള്ളതാണ് നോക്കുന്നത്. അപ്ലിക്കേഷൻ മണിയുടെ കൂടെയാണ് പ്രീമിയം കളക്ട് ചെയ്യണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് എൻട്രി വരിക? ബാങ്ക് അക്കൗണ്ട് ഡെറ്റർ ടു ഷെയർ അപ്ലിക്കേഷൻ മണി. ആദ്യം നമുക്ക് എമൗണ്ട് കിട്ടുന്ന സമയത്ത് നമ്മൾ കൊടുത്തു ബാങ്ക് അക്കൗണ്ട് ഡെറ്റർ ടു ഷെയർ അപ്ലിക്കേഷൻ മണി, ആപ്ലിക്കേഷൻ മണി റിസീവ്ഡ് ഇൻക്ലൂഡിംഗ് പ്രീമിയം. അതിനുശേഷം ഈ ഷെയർ അപ്ലിക്കേഷൻ മണിയിൽ നിന്നും എന്ത് ചെയ്യണം? നമ്മൾ ഷെയർ ക്യാപിറ്റലിലേക്കും സെക്യൂരിറ്റി പ്രീമിയത്തിലേക്കും കൊടുക്കണം. എങ്ങനെയാണ്? ഷെയർ അപ്ലിക്കേഷൻ അക്കൗണ്ട് ഡെറ്റർ ടു ഷെയർ അപ്ലിക്കേഷൻ അക്കൗണ്ട് ഡെറ്റർ ടു ഷെയർ ക്യാപിറ്റൽ ടു സെക്യൂരിറ്റീസ് പ്രീമിയം അക്കൗണ്ട്. ട്രാൻസ്ഫർ ഓഫ് അപ്ലിക്കേഷൻ മണി ടു ഷെയർ ക്യാപിറ്റൽ ആൻഡ് സെക്യൂരിറ്റീസ് പ്രീമിയം അക്കൗണ്ട്. ഷെയർ അപ്ലിക്കേഷൻ മണിയിൽ ഉണ്ടായിരുന്ന ഷെയർ ക്യാപിറ്റലിന്റെ പോർഷനും സെക്യൂരിറ്റി പ്രീമിയത്തിന്റെ പോർഷനും നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് അക്കൗണ്ട് ചെയ്തു. ഇനി അലോട്ട്മെന്റ് മണിയുടെ കൂടെ പ്രീമിയം കളക്ട് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എങ്ങനെയായിരിക്കും അതിന്റെ എൻട്രി വരിക? അലോട്ട്മെന്റ് സമയത്ത് അലോട്ട്മെന്റ് മണി ഡ്യൂ ആവുന്ന സമയത്ത് ഷെയർ അലോട്ട്മെന്റ് അക്കൗണ്ട് ഡെറ്റർ ടു ഷെയർ ക്യാപിറ്റൽ ടു സെക്യൂരിറ്റീസ് പ്രീമിയം. ഇനി ആ അലോട്ട്മെന്റ് കളക്ട് ചെയ്യുന്ന സമയത്ത് എങ്ങനെ എൻട്രി വരിക? ബാങ്ക് അക്കൗണ്ട് ഡെറ്റർ ടു ഷെയർ അലോട്ട്മെന്റ് അക്കൗണ്ട്. ഇനി പ്രീമിയം വന്നിട്ട് കോൾ മണിയുടെ കൂട്ടത്തിലാണ്. ഫസ്റ്റ് കോളിലോ സെക്കൻഡ് കോളിലോ അല്ലെങ്കിൽ ഫൈനൽ കോളിലോ ഒക്കെയാണ് പ്രീമിയം കളക്ട് ചെയ്യണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ എങ്ങനെ എൻട്രി വരും? ആദ്യം ഡ്യൂ ആവുന്ന സമയത്ത് തന്നെ നമ്മൾ ഈ ഷെയർ പ്രീമിയത്തിന്റെ എമൗണ്ട് എൻട്രി ചെയ്യണം. അപ്പോൾ ഷെയർ കോൾ അക്കൗണ്ട് ഡെറ്റർ ടു ഷെയർ ക്യാപിറ്റൽ ടു സെക്യൂരിറ്റി പ്രീമിയം അക്കൗണ്ട്, കോൾ മണി ഡ്യൂ ഇൻക്ലൂഡിംഗ് പ്രീമിയം. പിന്നെ എമൗണ്ട് കളക്ട് ചെയ്യുമ്പോൾ ബാങ്ക് അക്കൗണ്ട് ഡെറ്റർ ടു ഷെയർ കോൾ അക്കൗണ്ട്, കോൾ മണി റിസീവ്ഡ് ഇൻക്ലൂഡിംഗ് പ്രീമിയം.